ഇപ്പോൾ മെഷീൻ ടൂൾ ലാബ് വരുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കാറുള്ളത് ഡിപ്ലോമ സ്റ്റുഡൻസ് ആയിരിക്കും. നമ്മൾ ആദ്യം മെഷീൻ ഷോപ്പിൽ വരുന്നതായിരിക്കും. പക്ഷെ അവർ ഓൾറെഡി ഇത് മെഷീൻ ഷോപ്പൊക്കെ ഒരു ലെവല് എക്സ്പീരിയൻസ് കഴിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. കൂടുതൽ അവർക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അവർ നമ്മളെ സഹായിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു എന്താണ് ത്രെഡ് കട്ടിങ് ഓപ്പറേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ മെഷീൻ ടൂൾ ലാബിൻ്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഒബിയസ്ലി നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന മെഷീൻ ടൂൾസ് എന്ന് പറയുന്നത് ലെയ്ത്ത് ആയിരിക്കും. ലെയ്ത്തിൽ വരുന്ന പല ഓപ്പറേഷൻസ്, ഫേസിങ്, ടേണിങ്, ഗ്രൂവിങ്, നേളിങ്, അങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്പറേഷനാണ് ത്രെഡ് കട്ടിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ത്രെഡ് കട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് റിക്വയർഡ് എമൗണ്ടിലുള്ള ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ലെയ്ത്തിൽ ഫിക്സ് ചെയ്തിട്ട് ത്രെഡ് കട്ടിംഗ് മെഷീൻസ് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ ത്രെഡ് ഫോം ചെയ്യുക. പല മെത്തേഡുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതിലത്തെ ഒരു റോളിങ്ങിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ത്രെഡ് റോളിംഗ് എന്ന് പറയുന്നത്. റോളിങ്ങിൽ നമ്മൾ ത്രെഡ് കട്ടിങ്ങിന് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ത്രെഡ് റോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ത്രെഡ് റോളിംഗ് എന്താ നമ്മളിപ്പോൾ വീഡിയോ കണ്ട വീഡിയോയിൽ വെച്ചാൽ നമുക്ക് രണ്ട് റോളേഴ്സ് ഉണ്ടായിരുന്നു. ആ രണ്ട് റോളേഴ്സും ത്രെഡഡ് റോളേഴ്സ് ആയിരുന്നു. സ്പെഷ്യലി ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റോളേഴ്സ് ആയിരുന്നു. ആൻഡ് വി വിൽ ബി കീപ്പിംഗ് ദ സിലിണ്ടറിക്കൽ വർക്ക് പീസ് ഇൻ ബിറ്റ്വീൻ ദ റോളേഴ്സ്. ആൻഡ് ബേസ്ഡ് ഓൺ ദ ഗ്രൂവ്സ് ഓൺ ദ റോളർ വി ആർ ഒബ്റ്റെയിനിങ് ത്രെഡ് സ്ട്രക്ചർ ഓൺ ദ സിലിണ്ടറിക്കൽ വർക്ക് പീസ്. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഹിയർ ദേ ഹാവ് ഗിവൺ എ flat tool. Okay, in between we are placing the വർക്ക് പീസ്. നമ്മൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസ് തന്നെ ഫ്ലാറ്റ് ടൂളിൽ ഫിക്സ് ചെയ്യുന്നത്. ഈ ഫ്ലാറ്റ് ടൂളിൽ നമ്മൾ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് വൈൽ പാസിങ് ദ flat tool into and from motion, a thread is created on the surface of the workpiece. അല്ലെങ്കിൽ അതിന് പറയാം ബ്ലാങ്ക് നമ്മൾ പറയാം. ഓക്കെ, on the surface of the blank a thread is created. ഇതാണ് ത്രെഡ് റോളിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് ഫ്ലാറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് സിലിണ്ടറിക്കലായിരിക്കും. എനിവേ നമുക്ക് രണ്ട് സൈഡിലും ടൂളുകൾ ഉണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ വി ആർ കീപ്പിംഗ് ദ സിലിണ്ടറിക്കൽ വർക്ക് പീസ്. അപ്പോൾ ഹെഡിങ് എഴുതാം, ത്രെഡ് റോളിംഗ് കൊണ്ട് ഹെഡിങ് എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഫസ്റ്റ് ഫിഗർ ഒന്ന് വരച്ചിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഫ്ലാറ്റായിട്ടുള്ള നമ്മുടെ ടൂൾ ഉണ്ടായിരിക്കും. അതിൽ കുറച്ച് സ്ലോട്ടുകൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് കുറച്ച് സ്ലോട്ടുകൾ മാർക്ക് ചെയ്യുക. ആൻഡ് വി ആർ കീപ്പിംഗ് അവർ ബ്ലാങ്ക് ഹിയർ. ആൻഡ് അനദർ ഫ്ലാറ്റ് ടൂൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ്മെൻറ്റും കാണിക്കുക. ഒരെണ്ണത്തിൻ്റെ മൂവ്മെൻറ്റ് ടുവേർഡ്സ് റൈറ്റ്, അനദർ സെക്കൻഡ് വണ്ണിൻ്റെ മൂവ്മെൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് വരുന്ന മോഡലിൽ കാണിക്കാം. സോ ത്രെഡ് റോളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സിലിണ്ടറിക്കലായിട്ടുള്ള ത്രെഡ് എപ്പോഴും സിലിണ്ടറിക്കലായി നമുക്ക് നട്ട് ടൈറ്റ് ചെയ്തിട്ട് കേട്ടാണല്ലോ. ഓക്കെ, സിലിണ്ടറിക്കലായിട്ടുള്ളൊരു വർക്ക് പീസിൽ നമ്മൾ ത്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ത്രെഡ് റോളിംഗ് ഓപ്പറേഷൻ. ഓക്കെ, ഈ പ്രോസസ്സാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. വി ആർ ഗോട്ട് എ വർക്ക് പീസ് ആൻഡ് 2 ഡൈസ്, ഒന്ന് സ്റ്റേഷനറി ഒന്ന് മൂവിങ് ആയിട്ടുള്ള ഡൈ വെച്ചിട്ട് വി ആർ ക്രിയേറ്റിംഗ് എ ത്രെഡ് സ്ട്രക്ചർ. അപ്പോൾ ത്രെഡിൻ്റെ സ്ട്രക്ചർ നോർമലി വി ടൈപ്പും പല ടൈപ്പ് ത്രെഡുകളുണ്ട്. നമുക്ക് കൂടുതലൊന്നും പോകേണ്ട ആവശ്യമില്ല. നോർമൽ ഒരു വി ടൈപ്പ് ത്രെഡ് മാത്രം എടുത്താൽ. ഇപ്പോൾ സ്ക്വയർ ടൈപ്പ് ത്രെഡുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഒക്കെ ടയർ പഞ്ചറാകുമ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ ജാക്കി ഉപയോഗിക്കുമല്ലോ. ജാക്കിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ സ്ക്രൂ ജാക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ടൈപ്പ് ത്രെഡുകളായിരിക്കും. കൂടുതലും ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി, അത്രയും ലോഡ് ഫ്ലാറ്റ് സർഫസിലല്ലേ ക്യാരി ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ സ്ക്രൂ ജാക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ടൈപ്പ് ത്രെഡുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ത്രെഡ് റോളിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഓർ എംപോസിങ് ദ ത്രെഡ് ഓൺ എ സിലിണ്ടറിക്കൽ വർക്ക് പീസ് ബൈ മൂവിങ് ഡൈസ് അല്ലെങ്കിൽ നമ്മുടെ ടൂൾ into and fro direction on both sides of the workpiece. The dice may be either cylindrical or flat depending on the നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, സിലിണ്ടറിക്കൽ ഡൈസും ഫ്ലാറ്റ് ഡൈസും ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് നമുക്കൊരു ത്രെഡഡ് ടൈപ്പ് വർക്ക് പീസ് നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഫിഗറും ഫസ്റ്റ് ഫിഗറും തേർഡ് ഫിഗറും എയും സിയും എന്ന് പറയുന്നത് നമ്മുടെ ത്രെഡ് മാനുഫാക്ചറിങ് ആണ്. ഫസ്റ്റ് വൺ റെസിപ്രോക്കലിംഗ് ഡൈസ് വെച്ചിട്ടാണ്, തേർഡ് വണ്ണ് റോളർ ഡൈസ് വെച്ചിട്ടാണ്. ഓക്കെ, മാത്രമേ വ്യത്യാസമുള്ളൂ, റെസിപ്രോക്കലിംഗ് ഡൈസും റോളർ ഡൈസും വെച്ചിട്ട്. ആൻഡ് ഫോർത്ത് ഫിഗർ എന്ന് പറയുന്നത് ലോട്ട് ഓഫ് ത്രെഡഡ് പ്രൊഡക്ട്സ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ദിസ് ത്രെഡ് റോളിംഗ് ഓപ്പറേഷൻ. ഓക്കെ, and here is some facts about thread rolling. Thread rolling is a cold forming process. നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടത് റിംഗ് റോളിംഗ് ആണ്. അപ്പോൾ റിംഗ് റോളിംഗ് കണ്ടപ്പോൾ അതിലെ റിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് ഓൾമോസ്റ്റ് വൈറ്റ് ഹോട്ട് കണ്ടീഷനിലായിരുന്നു.
നമുക്ക് കിട്ടുന്ന വർക്ക് പീസിൻ്റെ കളർ നോക്കിയാൽ മതി. അപ്പോൾ ഇറ്റ്സ് എൻ മെറ്റാലിക് പീസ് ആൻഡ് മേ ബി എ കാസ്റ്റ് അയൺ ഓർ സ്റ്റീൽ പീസ്, നോട്ട് കാസ്റ്റ് അയൺ, ഇറ്റ്സ് മേ ബി റിംഗ്, മൈൽഡ് സ്റ്റീലിൻ്റെ റിംഗ് ആയിരിക്കും. സോ യു ക്യാൻ സീ ഇറ്റ്സ് ടെമ്പറേച്ചർ, യു ക്യാൻ സീ ഇറ്റ്സ് കളർ, ഇറ്റ്സ് ആസ് എ വൈറ്റ്. സോ നമുക്ക് റെഡ് ഹോട്ട് ഉണ്ട്, വൈറ്റ് ഹോട്ട് ഉണ്ട്. ആദ്യം ഹീറ്റ് ചെയ്യും തോറും ആദ്യം initially the metal will change to red color. If the we will further increase the temperature, the color of the metal will be changed to white in color. So normally the ring rolling will be carried out in a hot condition. ബട്ട് നമ്മൾ ത്രെഡ് റോളിങ്ങിന് വീഡിയോ കണ്ടപ്പോൾ അതിൽ ടെമ്പറേച്ചർ റൈസോ കളർ ചേഞ്ചോ ഒന്നും കണ്ടില്ല. നോർമൽ മെറ്റലിന് എന്താണോ കളർ ഉണ്ടാകുന്നത് ആ കളർ മാത്രമേ നമ്മളത് കണ്ടുള്ളൂ. സോ ത്രെഡ് റോളിംഗ് ഈസ് എ കോൾഡ് ഫോമിംഗ് പ്രോസസ്. വി വിൽ ബി ക്യാരിയിങ് ഔട്ട് ദ പ്രോസസ് അണ്ടർ ദ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. You will be carrying out the process under the recrystallization temperature, by which the straight or tapered threads are formed on a round rod or wire. ഇപ്പോൾ ത്രെഡ് നമുക്ക് സ്ട്രെയിറ്റ് ത്രെഡും ടാപ്പേർഡ് ത്രെഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പല ടൈപ്പ് ത്രെഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ഉണ്ട്, ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ഉണ്ട്, ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡുകളുണ്ട്. അങ്ങനെയൊക്കെ. അതായത് ഈ സിംഗിൾ സ്റ്റാർട്ടും ഡബിൾ സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ത്രെഡിനും പിച്ചും ലീഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ത്രെഡിൻ്റെ പ്രൊഫൈല് വി ഷേപ്പ് പ്രൊഫൈലാണെന്ന് വിചാരിച്ചു. ഈ രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫ് അല്ലെങ്കിൽ ക്രസ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് ക്രസ്റ്റ് എന്ന് പറയും, താഴെയുള്ള പോർഷൻ ട്രഫ് എന്ന് പറയും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയാം. ഓക്കെ, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് പിച്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നോർമലി ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ പിച്ചും ഇതേപോലെ തന്നെ രണ്ടാമത്തെ ടേമാണ് ലീഡ്. ലീഡ് എന്ന് പറയുന്നത് നമ്മളൊരു ത്രെഡ് അല്ലെങ്കിൽ ഒരു ബോൾട്ട് നമ്മളൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നെട്ടൊക്കെ ടൈറ്റ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ലല്ലോ നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സായിട്ട് ഇവിടെ. അപ്പോൾ നമ്മളൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ത്രെഡ് ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് മൂവ് ചെയ്യണതിന് നമ്മളതിന് ലീഡ് എന്ന് പറയും. ഓക്കെ, ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് മൂവ് ചെയ്യണതിനാണ് ലീഡ്. അപ്പോൾ പിച്ച് എന്താണ്, ലീഡ് എന്താണ്? ഓക്കെ, ഇനി നോർമൽ ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ പിച്ചിൻ്റെയും ലീഡിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും. P = L എന്ന് എഴുതാം. ഓക്കെ, ഒരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ ലീഡ് എന്ന് പറയുന്നത് 2 ടൈംസ് പിച്ച് ആയിരിക്കും. ട്രിപ്പിൾ സ്റ്റാർട്ട് ആണെങ്കിൽ 3 ടൈംസ് പിച്ച് ആയിരിക്കും. അതായത് ഒരു 360 ഡിഗ്രിയിൽ സിംഗിൾ സ്റ്റാർട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും ഡബിൾ സ്റ്റാർട്ട് മൂവ് ചെയ്യുക, 3 ടൈംസ് ആയിരിക്കും ട്രിപ്പിൾ സ്റ്റാർട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് പറഞ്ഞോളൂ. പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ത്രെഡാണ് നോർമൽ ത്രെഡ് എല്ലാം ഒരു സ്ട്രെയിറ്റ് വർക്ക് പീസിലാണ് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുക. സംടൈംസ് വിൽ ബി കട്ടിങ് ദ ത്രെഡ് ഓൺ എ ടാപ്പേർഡ് വർക്ക് പീസുകൾ കട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സഡൻ ആയിട്ട് നമുക്ക് ലോഡ് കൊടുക്കാനും അതേപോലെ തന്നെ റിലീസ് ചെയ്യാനും. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക, പെട്ടെന്ന് കാണാൻ പറ്റുന്നത് ബോർവെൽ അടിക്കുന്നത് കണ്ട ആൾക്കാരുണ്ടായിരിക്കും. ബോർവെൽ അടിക്കുന്നത് അപ്പോൾ അവർ കുറേ പൈപ്പ് കൊടുത്തിട്ട് ആ പൈപ്പുകൾ ജോയിൻ ചെയ്തിട്ടാണ് ബോർവെൽ അടിക്കുക. ഓക്കെ, ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത്, അവരുടെ കയ്യിലുള്ള ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 5 ഫീറ്റ് ആയിരിക്കും. ഓക്കെ, ഈ 5 ഫീറ്റ് വരുന്ന പൈപ്പിൻ്റെ ഒരു എൻഡിൽ അവർ നോക്കിയാൽ ഒരു കുറച്ചൊരു ടാപ്പേർഡ് ആയിട്ടുള്ള സാധനം കണ്ടാൽ അതുമ്പോൾ ത്രെഡും ഉണ്ടായിരിക്കും. സോ ഇറ്റ്സ് ടാപ്പേർഡ് ത്രെഡിന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സ്ക്വയർ ത്രെഡുകളായിരിക്കും ചെയ്യും, പക്ഷെ പെട്ടെന്ന് അവർക്ക് ടൈറ്റ് കിട്ടും ചെയ്യും, പെട്ടെന്ന് റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് അവരെ എയിം, സഡൻ ആക്ഷനാണ് ടാപ്പേർഡ് കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ നമുക്കൊരു ത്രെഡ് റോളിങ്ങിലൂടെ സ്ട്രെയിറ്റ് ത്രെഡും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ടാപ്പേർഡ് ത്രെഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ ത്രെഡ്സ് ഫോംഡ് ഓൺ ദ റോഡ് ഓർ വയർ ഓൺ ഈച്ച് സ്ട്രോക്ക് ഓഫ് എ പെയർ ഓഫ് ഫ്ലാറ്റ് റെസിപ്രോക്കേറ്റിംഗ് ഡൈസ് വിത്ത് റോട്ടറി ഡൈസ്. രണ്ട് ടൈപ്പ് ഡൈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റെസിപ്രോക്കേറ്റിംഗ് ഡൈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ റോട്ടറി ഡൈസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഒരിക്കലും ലെയ്ത്തിൽ വെച്ച് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് ചെറിയ ചെറിയ സ്ക്രൂസ് നമ്മൾ മേടിക്കാറുണ്ട്. 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 1 രൂപയ്ക്കാണ് നോർമലി സ്ക്രൂവിൻ്റെ പ്രൈസ് എന്ന് വരുന്നത്. ആ 1 രൂപയുള്ള സ്ക്രൂ ഒക്കെ ലെയ്ത്തിൽ ഫിറ്റ് ചെയ്തിട്ട് ബെൻഡ് ചെയ്തെടുക്കാവുന്ന നടക്കുന്ന കാര്യമൊന്നുമല്ല. ഓക്കെ, സോ വിൽ ബി അഡോപ്റ്റിംഗ് സം അതർ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ഫോർ ദാറ്റ്. ഓക്കെ, സോ ഇറ്റ് മേ ഇൻക്ലൂഡ് ദ ത്രെഡ് റോളിംഗ് ഓപ്പറേഷൻ. So thread rolling process is capable of generating other shapes as well as grooves on various gear forms. ഇപ്പോൾ ത്രെഡ് മാത്രമല്ല, വേണമെങ്കിൽ ഗിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലാത്തവർക്ക് വെറുതെ ഒരു റഫായിട്ടുള്ള ഫിഗർ ഞാൻ വേണമെങ്കിൽ വരച്ചു തരാം. ഒരു ഇംഗ്ലണ്ട് കട്ട് ചെയ്തിട്ടുള്ളൊരു ഗിയറുകൾ. ഓക്കെ, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ വ്യൂ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഗിയർ വരയ്ക്കുമ്പോൾ വരയ്ക്കാം. ഇങ്ങനത്തെ ഷേപ്പുകളും അതായത് ഗ്രൂവുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാണ്.
ഈ ത്രെഡും ഗിയർ തമ്മിൽ വ്യത്യാസം. ത്രെഡ് ആണെങ്കിൽ ഒരു ടാപ്പർ ഓരോന്ന് റവല്യൂഷൻ തമ്മിൽ ഒരു അഡ്വാൻസ് ഉണ്ടെന്ന് മാത്രം. ഗിയർ ആണെങ്കിൽ അതിനായിട്ട് സുഖമല്ലേ, സിമ്പിളായിട്ട് നമുക്ക് ഒരു ഗിയർ മാനുഫാക്ചറിങ് ഇതേപോലത്തെ ഒരു റോളിംഗ് ഓപ്പറേഷനിലൂടെ പോസിബിൾ ആക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, ദ ത്രെഡ് റോളിംഗ് പ്രോസസ് ഹാസ് അഡ്വാൻറ്റേജസ് ഓഫ് ജനറേറ്റിംഗ് ത്രെഡ്സ് വിത്ത് ഗുഡ് സ്ട്രെങ്ത് ഡ്യൂ ടു കോൾഡ് വർക്കിംഗ്. ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ദ സ്ട്രെസ് ഡെവലപ്ഡ്. ഓക്കെ, ഏറ്റവും സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ നോർമൽ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷനും അതേപോലെ തന്നെ ത്രെഡ് റോളിംഗ് ഓപ്പറേഷനും രണ്ടിൻ്റെയും സ്ട്രെസ് ഡെവലപ്പ് ചെയ്തതിൻ്റെ ലെവല് കാണിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ നമുക്ക് കോൾഡ് വർക്കിംഗ് ഓപ്പറേഷൻ ആയതുകൊണ്ട് സ്ട്രെസ് ഡെവലപ്പ് കുറവായിരിക്കും. അതേപോലെ തന്നെ ലോസ് ഓഫ് മെറ്റീരിയലൊന്നും ലോസ് വരില്ല. ഉള്ള മെറ്റീരിയൽ ഒന്ന് കംപ്രസ് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ ത്രെഡ് റോളിംഗ് ഓപ്പറേഷനിൽ. ഇപ്പോൾ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷനിലാണെങ്കിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽ ലോസ് വന്നു, അതെല്ലാം ചിപ്പായിട്ട് വന്നു. അപ്പോൾ ഇത് മൈനർ ത്രെഡുകളാണ് ഏറ്റവും കൂടുതൽ ത്രെഡ് റോളിംഗ് ഓപ്പറേഷൻ യൂസ് ചെയ്യാറ്. അതുപോലെ മാസ് പ്രൊഡക്ഷൻ നമ്മൾ ത്രെഡ് റോളിംഗ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അത്രയാണ് ത്രെഡ് റോളിങ്ങിനെ പറ്റി പറയാനുള്ളത്. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എഗെയിൻ നമുക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ത്രെഡ് റോളിംഗ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദ ട്യൂബ് പിയേഴ്സിംഗ്. നമുക്ക് ട്യൂബ് പിയേഴ്സിങ്ങും പഠിക്കാണ്ട് അറ്റ് ദ സെയിം ടൈം ട്യൂബ് റോളിങ്ങും പഠിക്കാണ്ട്. ഓക്കെ, രണ്ടും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള ട്യൂബ് പിയേഴ്സിങ്ങും ട്യൂബ് റോളിങ്ങും. ഓക്കെ, അപ്പോൾ ട്യൂബ് പിയേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്യൂബ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ട്യൂബ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കംപ്രസീവ് സ്ട്രെസ്സുകൾ ഒരു എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് കണ്ടിന്യൂസ് ആയി കംപ്രസീവ് സ്ട്രെസ് എടുത്താൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. ഓക്കെ, സെൻറ്ററിൽ ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ക്ലേയോ എന്തെങ്കിലും മെറ്റീരിയൽ എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സർക്കുലർ ഇവിടുന്നൊക്കെ കംപ്രഷൻ ഫോഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ഒരു റൊട്ടേഷൻ പോലെ അപ്ലൈ ചെയ്ത് നോക്കാം. സോ ദർ ഇസ് എ ചാൻസ് ഫോർ ക്രിയേറ്റിംഗ് എ സ്മോൾ ക്യാവിറ്റി അറ്റ് ദ സെൻറ്റർ. ഓക്കെ, അങ്ങനെ ഒരു ക്യാവിറ്റി ഉണ്ടാവുമ്പോൾ ആ ക്യാവിറ്റീനെ ഒരു മാൻഡ്രിൽ യൂസ് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ക്യാവിറ്റീനെ ഒരു മാൻഡ്രിൽ വെച്ചിട്ട് ഫോർവേഡ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ട്യൂബ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഒരു ട്യൂബ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ദാറ്റ്സ് കോൾഡ് റോട്ടറി ട്യൂബ് പിയേഴ്സിങ്. അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതാം, റോട്ടറി ട്യൂബ് പിയേഴ്സിങ്. ഈ റൈറ്റ് സൈഡിലെ ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഈ ഫിഗർ. അപ്പോൾ നമുക്ക് ഇതിൽ ഇനീഷ്യലി നമുക്ക് കിട്ടുന്നത് ഒരു സോളിഡ് റോഡാണ്. ട്യൂബ് റോളിങ്ങും ട്യൂബ് പിയേഴ്സിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ട്യൂബ് പിയേഴ്സിങ്ങിൽ നമുക്ക് ഇനീഷ്യൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സോളിഡ് റോഡായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് സോളിഡ് റോഡിലാണ് നമ്മൾ കണ്ടിന്യൂസ് കംപ്രഷൻ ഓപ്പറേഷനിലൂടെ ഒരു സെൻട്രൽ ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ക്യാവിറ്റി ഈസ് എൻലാർജ് ടു എ ത്രൂ ട്യൂബ്, ത്രൂ ഹോളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ട്യൂബായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ റോട്ടറി ട്യൂബ് പിയേഴ്സിങ് എന്നുള്ള ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സോളിഡ് റോഡായിരിക്കും. ഓക്കെ, ആ സോളിഡ് റോഡിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങളിപ്പോൾ വേണമെങ്കിൽ ക്ലേയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി വയ്ക്കുന്ന ചപ്പാത്തിയുടെ മാവ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കണ്ടിന്യൂസ് സൈഡിൽ നിന്ന് കംപ്രഷൻ ഫോഴ്സ് കൊടുത്താൽ ഓക്കെ ദർ മേ ബി എ ചാൻസ് ഓഫ് ക്രിയേറ്റിംഗ് എ സെൻട്രൽ ഹോളല്ല, ചെറിയൊരു ക്യാവിറ്റി. ഓക്കെ, ആ ഉണ്ടാവുന്ന ക്യാവിറ്റിനെ നമുക്ക് ഒരു മാൻഡ്രിൽ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക. Okay, that is the process of tube piercing. Okay, the cavity formation in a solid round bar and utilization of rotary tube piercing process making of seamless pipe. എന്താണ് seamless pipe? വെൽഡിംഗ് ഇല്ലാത്ത പൈപ്പ്. സീംലെസ് പൈപ്പ് എന്ന് പറയുമ്പോൾ വെൽഡിംഗ് ഇല്ലാത്ത, ഓക്കെ, ജോയിൻസ് ഇല്ലാത്ത പൈപ്പ്. ഓക്കെ, ജോയിൻസ് ഇല്ലാത്ത പൈപ്പിനെയാണ് സീംലെസ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വരയ്ക്കുക, റൈറ്റ് സൈഡിലെ ഫിഗർ വരയ്ക്കാം, ഹെഡിങ് എഴുതിയ റോട്ടറി ട്യൂബ് പിയേഴ്സിങ്. അപ്പോൾ ഇനി ഇതിൽ റോട്ടറി ട്യൂബ് റോളിങ്ങിനാണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ട്യൂബ് തന്നെയായിരിക്കും. റോട്ടറി ട്യൂബ് പിയേഴ്സിങ്ങിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വർക്ക് പീസ് എന്ന് പറയുന്നത് സോളിഡ് റോഡായിരിക്കും. അപ്പോൾ സോളിഡ് റോഡിനെയാണ് നമ്മൾ പിയേഴ്സ് ചെയ്തിട്ട് റോട്ടറി ട്യൂബായിട്ട് അല്ലെങ്കിൽ ഒരു ട്യൂബ് സീംലെസ് ട്യൂബായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം റോളേഴ്സ് ഉണ്ടായിരിക്കും, സെൻറ്ററിൽ സോളിഡ് വർക്ക് പീസ് ഉണ്ടായിരിക്കും, ആൻഡ് വിൽ ബി യൂസിങ് എ മാൻഡ്രിൽ ടു പിയേഴ്സ് ദ solid rod, and we are obtaining a seamless pipe or tube. Okay, അപ്പോൾ ഫിഗർ വരയ്ക്കാം. രണ്ട് റോളേഴ്സ്, ടോപ്പ് ആൻഡ് ബോട്ടം റോളേഴ്സ്, സെൻറ്ററിൽ ഒരു സോളിഡ് ഷാഫ്റ്റ്, ആൻഡ് വി ആർ യൂസിങ് എ മാൻഡ്രിൽ ടു പിയേഴ്സ് ദ സോളിഡ് ഷാഫ്റ്റ്. അപ്പോൾ ഇനീഷ്യലി ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യും, ആ ക്യാവിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ മാൻഡ്രിൽ യൂസ് ചെയ്തിട്ട് അത് പിയേഴ്സ് ചെയ്ത് ഫോർവേഡ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, വരച്ചല്ലോ, ഒരു ടോപ്പ് ആൻഡ് ബോട്ടം റോളേഴ്സ്,
central or solid shaft, and we are using a mandrel to pierce that. Okay, so it's also known as Mannesmann process. ഓക്കെ, മാൻസ്മാൻ പ്രോസസ് അങ്ങനെയൊന്നും ഒരിക്കലും നോർമലി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതുപോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് PSC ഒക്കെ നോക്കുമ്പോഴാണ് നമുക്കത് ആവശ്യം. അപ്പോൾ KTUവിന് എക്സ്പ്ലെയിൻ മാൻസ്മാൻ പ്രോസസ് എന്ന് അങ്ങനെ ചോദിച്ചോളൊന്നുമില്ല. ഓക്കെ, എനിവേ ജസ്റ്റ് നോട്ട് ഡൗൺ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാൻസ്മാൻ പ്രോസസ്. ദിസ് ഈസ് ഹോട്ട് വർക്കിംഗ് ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ത്രെഡ് റോളിംഗ് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കോൾഡ് വർക്കിംഗ് ഓപ്പറേഷൻ. ട്യൂബ് പിയേഴ്സിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഹോട്ട് വർക്കിംഗ് ഓപ്പറേഷൻ. ഓക്കെ, operation of making long thick walled seamless tubing. Long thick walled seamless pipe and tubing is manufactured by the rotary tube piercing process. Okay, the process is based on the principle that when a round bar is subjected to radial compressive force, ഒരു റൗണ്ട് സിലിണ്ടർ നമുക്കൊരു സിലിണ്ടറിക്കൽ വർക്ക് പീസ് എടുത്തിട്ട് കംപ്രസീവ് ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താൽ a tensile stress develop at the center of the bar. സെൻറ്ററിൽ നമുക്കൊരു ചെറിയൊരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാം. ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് അവിടെ ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു കണ്ടിന്യൂസ്ലി ദീസ് സൈക്ലിക് കംപ്രസീവ് സ്ട്രെസ്, ദ ബാർ ബിഗൻ ടു ഡെവലപ്പ് എ സ്മോൾ ക്യാവിറ്റി അറ്റ് ദ സെൻറ്റർ. സൈക്ലിക് കംപ്രസീവ് സ്ട്രെസ് ആണ് കേട്ടോ, വെറുതെ കംപ്രസീവ് സ്ട്രെസ് അല്ല, ഇറ്റ്സ് എ സൈക്ലിക് കംപ്രസീവ് സ്ട്രെസ് ക്യാവിറ്റീസ് വിച്ച് ബിഗൻ ടു ഗ്രോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ക്യാവിറ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ട്യൂബ് പിയേഴ്സിംഗ് എന്നുള്ള ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സൈക്ലിക് കംപ്രസീവ്, ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസിന് നമ്മളൊരു സൈക്ലിക് കംപ്രസീവ് സ്ട്രെസ്സിന് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ഡെവലപ്പ് എ cavity at the center. Due to the tensile stress developed at the center, it will develop a cavity at the center, and this cavity can be propagated with the help of a mandrel for the manufacture of the seamless thick-walled long tubes. So that's all about rotary tube piercing. The next one is the tube rolling. Okay, ട്യൂബ് റോളിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ റോളിംഗ് വരുന്ന അവസാനത്തെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, ട്യൂബ് റോളിംഗ്. ഇതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നമുക്ക് നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലൊക്കെ പഠിച്ച കുറച്ച് സ്ട്രെസ്സിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ഓപ്പറേഷൻ. ഓക്കെ, സോ ട്യൂബ് റോളിംഗ്. ഇപ്പോൾ ട്യൂബ് റോളിംഗ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് കേസിനെ കമ്പയർ ചെയ്യുമ്പോൾ സോ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എ ട്യൂബ്. ഓക്കെ, റോട്ടറി പിയേഴ്സിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നമുക്കൊരു സോളിഡ് ബാറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ട്യൂബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് വി വിൽ ബി ഇൻക്രീസിങ് ദ ഡയമീറ്റർ ഓഫ് ദ ട്യൂബ്. ഫിഗർ വരയ്ക്കാം. ദ ഡയമീറ്റർ ആൻഡ് തിക്നെസ് ഓഫ് ദ പൈപ്സ് ഓഫ് ട്യൂബിംഗ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ട്യൂബ് റോളിംഗ് പ്രോസസ്. റെഡ്യൂസ് അല്ലെങ്കിൽ ഇൻക്രീസ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇൻ ദ figure mill, the tube and the internal mandrel undergo a reciprocating motion. The rolls are specially shaped and rotated continuously. The tube undergo reduction in both diameter and wall thickness. അപ്പോൾ ഇനീഷ്യലി ട്യൂബ് റോളിംഗ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ട്യൂബാണ്. ട്യൂബ് പിയേഴ്സിംഗ് എന്ന് പറഞ്ഞാലോ, ട്യൂബ് പിയേഴ്സിംഗിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോളിഡ് ബാർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇത് നമ്മളുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ട്യൂബ് റോളിംഗിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ട്യൂബാണ്, ബട്ട് ട്യൂബ് പിയേഴ്സിംഗിൽ പ്രൊവൈഡ് വിത്ത് എ സോളിഡ് ബാർ. രണ്ടിൽ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്യൂബ് തന്നെയായിരിക്കും. അതായത് സീംലെസ് ആയിട്ടുള്ള പൈപ്പിന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെറിയ തിക്നെസ് റെഡ്യൂസ് ചെയ്യാനും തിക്നെസ് ഇൻക്രീസ് ചെയ്യാനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു തിക്നെസ് റിഡക്ഷൻ പ്രോസസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനീഷ്യൽ ഇത്രയും ഡയമീറ്റർ ഉണ്ടായിരുന്ന ഒരു ട്യൂബിൻ്റെ ഡയമീറ്റർ കുറച്ചിട്ട്, അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് കംപ്രസീവ് സ്ട്രെസ് കുറച്ചിട്ട് നമ്മൾ ഡയമീറ്റർ കുറയ്ക്കണം. അപ്പോൾ ഡയമീറ്റർ കുറയ്ക്കുമ്പോൾ ഈക്വലായിട്ട് ഡയമീറ്റർ കുറയാൻ വേണ്ടിയിട്ട് വിൽ ബി പ്രൊവൈഡിങ് എ സെൻട്രൽ മാൻഡ്രൽ. മാൻഡ്രൽ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് സപ്പോർട്ട്, അത്രമാത്രം ഉദ്ദേശിക്കണമല്ലോ. വിൽ ബി പ്രൊവൈഡിങ് എ സെൻട്രൽ മാൻഡ്രൽ. അപ്പോൾ ഈ ഫിഗർ മാത്രം വരച്ചാലും മതി, ഫസ്റ്റ് ഫിഗർ മാത്രം വരച്ചാലും മതി ട്യൂബ് റോളിങ്ങിന്. ഓക്കെ, സോ അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് റോളേഴ്സ് വരയ്ക്കാം, ഒരു ട്യൂബ് വരയ്ക്കാം, ഫ്ലോ ഡയറക്ഷൻ വരയ്ക്കാം. And the thickness is reduced with the help of two rollers and a central mandrel. Mandrel എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ട്യൂബിൻ്റെ ഷേപ്പ് പോവാതിരിക്കാൻ വേണ്ടി, കറക്റ്റ് ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാൻഡ്രൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് സിംഗിൾ പ്രോസസ്സിലൂടെ ചെയ്യാം, ചിലപ്പോൾ അത് കണ്ടിന്യൂസ് രണ്ടോ മൂന്നോ റോളർ മില്ലുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ട്യൂബ് റോളിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വിൽ ബി
operating, the workpiece provider will be a tube and will be reducing its diameter and increasing the thickness with the help of a mandrel and two rollers. That is about tube rolling. Okay, അപ്പോൾ ഫിഗർ വരയ്ക്കാം. ടോപ്പ് ആൻഡ് ബോട്ടം രണ്ട് റോളേഴ്സ് വരയ്ക്കാം. ആൻഡ് രണ്ട് റോളേഴ്സ് വരച്ചിട്ട് ഒരു ട്യൂബ് സെൻറ്ററിൽ ഒരു മാൻഡറിൽ പ്രൊവൈഡ് ചെയ്യുക. മാൻഡറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ട്യൂബിന് എക്സസ് കംപ്രസീവ് സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ മാൻഡറിൽ വെച്ചിട്ടുണ്ടായിരിക്കും. സോ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്യൂബ് കണ്ടിന്യൂസ് ആയിട്ട് തിക്നെസ് ഡയമീറ്റർ റെഡ്യൂസ് ചെയ്തിട്ട് ഇൻക്രീസ് തിക്നെസ് ഉള്ള ട്യൂബ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ട്യൂബ് റോളിംഗ് ഓപ്പറേഷൻ. The diameter and thickness of the pipes and tubing can be reduced by the tube rolling operation. The tubes and internal mandrels undergo a reciprocating motion. അത് ചിലപ്പോൾ സിംഗിൾ പാസിൽ നമുക്ക് റിഡക്ഷൻ ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ആദ്യം ഫോർവേഡ് മൂവ് ചെയ്യും, പിന്നെ വീണ്ടും ബാക്ക്വേഡ് മൂവ് ചെയ്യും, പിന്നെ വീണ്ടും ഫോർവേഡ് മൂവ് ചെയ്യും, പിന്നെ വീണ്ടും ബാക്ക്വേഡ് മൂവ് ചെയ്യും. അതാണ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അവിടെ സ്പെസിഫൈ ചെയ്യാൻ കാരണം. സോ ഇറ്റ് വിൽ അണ്ടർഗോ എ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ഓക്കെ, and it undergo a reciprocating motion. The rolls are specially shaped and rotated continuously. The tube undergoes a reduction in both diameter and thickness. So that's about the tube rolling process. Okay, ഇത്രയാണ് നമുക്ക് റോളിങ്ങിൽ നമ്മൾ പഠിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ. റോളിങ്ങിൽ നമ്മൾ പഠിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് കുറച്ച് സ്ട്രെസ്സ്, എന്തൊക്കെയാണ് നമ്മൾ റോളിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകൾ. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, പുതുതായിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ച തിയറീസ് ഓഫ് ഫെയിലിയർ, അതേപോലെ തന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ്, മോർ സർക്കിൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ വീണ്ടും ഒന്ന് ആവശ്യം വരും. ഓക്കെ, അപ്പം ആദ്യം എന്താണ് ഒരു സ്ട്രെസ് എന്താണെന്നെല്ലാം നമുക്ക് പഠിച്ച ആൾക്കാരാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഒരു മെറ്റീരിയലിന് നമ്മൾ ഡിഫോർമേഷൻ കൊടുക്കുമ്പോൾ അത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതൊരു യൂണിഫോം സ്ട്രെസ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് അത് ഡിഫോം ചെയ്തിട്ട് ഒരു കറക്റ്റ് ഫോമിലേക്ക് ഇത് വരും. ദ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബിഹേവിയർ ഓഫ് എ മെറ്റൽ ആൻഡ് ഈസ് അപ്രോപ്രിയേറ്റ് ടു കൺസിഡർ ഹോമോജീനിയസ് ആൻഡ് യൂണിഫോം ഡിഫോർമേഷൻ കണ്ടീഷൻ. നമുക്ക് നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹോമോജീനിയസ് എന്നാൽ സെയിം, ഓക്കെ, യൂണിഫോം, എല്ലാ ഡയറക്ഷനും ഒരേപോലെ ഡിഫോർമേഷൻ വരുന്ന ഒരു പ്രോപ്പർ ഡിഫോർമേഷനാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചില സൈഡിലെ ഒരു സ്ട്രെസ് കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അതിനൊക്കെ വരുന്നത് എങ്ങനെയാണ് സ്ട്രെസ്, അതിൽ കുറച്ച് കാൽക്കുലേഷൻസും അതിൽ വരുന്ന സ്ട്രെസ്സുകളൊക്കെ, ഒന്ന് രണ്ട് സ്ട്രെസ്സുകളുടെ പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, the yield stress of a material undergo uniaxial condition as a function of strain and strain rate temperature can also be considered as a flow stress. Okay, ഒരു മെറ്റീരിയലിൽ വരുന്ന സ്ട്രെസ്, അതിൽ വരുന്ന സ്ട്രെയിൻ, അതിൽ വരുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ്, അതെല്ലാം നമുക്കൊരു സ്ട്രെസ്സിൻ്റെ കണ്ടീഷൻ എടുക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. Okay, the metal starts flowing or deforming plastically when it is applied stress reaches the value of the yield stress or flow stress. ഒരു മെറ്റൽ എപ്പോഴാണ് അതിൻ്റെ ഷേപ്പിലേക്ക് ഡിഫോം ചെയ്യുന്നത്, അതിൻ്റെ yield സ്ട്രെസ്സിൻ്റെ വാല്യൂ എത്തുമ്പോഴാണ്. yield സ്ട്രെസ് അതായത് നോർമലി ഇലാസ്റ്റിക് റീജിയൻ, പ്ലാസ്റ്റിക് റീജിയൻ അങ്ങനെ കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു yielding പോയിന്റ് ഉണ്ട്, yielding പോയിന്റ്, ആ പോയിന്റ് എത്തുമ്പോഴാണ് ആ മെറ്റലിന് ഒരു പ്രോപ്പർ ഡിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. ദ മെറ്റൽ സ്റ്റാർട്ട് ഫ്ലോയിങ് ഓർ ഡിഫോമിങ് പ്ലാസ്റ്റിക്കലി വെൻ ദ അപ്ലൈഡ് സ്ട്രെസ് റീച്ചസ് ദ വാല്യൂ ഓഫ് yield സ്ട്രെസ് ഓർ ഫ്ലോ സ്ട്രെസ്. ഓക്കെ, ഇൻ യൂണിആക്സിയൽ ടെൻഷൻ വിത്തൗട്ട് നെക്കിംഗ് ആൻഡ് യൂണിആക്സിയൽ കംപ്രഷൻ വിത്തൗട്ട് ബൾജിങ്. ഈ നെക്കിംഗ് എന്താ, ബൾജിങ് എന്താന്നൊക്കെ, നെക്കിംഗ് എന്തായാലും എല്ലാവരും പഠിച്ചാണ്. നെക്കിംഗ് എന്തായിരുന്നു, നമ്മളൊരു ടെൻഷൻ ടെസ്റ്റ് നമ്മൾ പഠിച്ചാണ്. ഒരു മെറ്റൽ വർക്ക് പീസിനെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ UTM വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് നമ്മൾ വലിച്ചു. ഓക്കെ, ദെൻ ഇലോങ്ങേഷൻ വന്നിട്ട് അതിൻ്റെ ബ്രേക്ക് ആവണതിന് തൊട്ട് മുന്നേ നമുക്കൊരു ബ്രേക്ക് വരുന്ന റീജിയനിൽ വി ക്യാൻ എക്സ്പീരിയൻസ് എ ഡയമീറ്റർ റിഡക്ഷൻ. ഈ ഡയമീറ്റർ റിഡക്ഷനുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് നെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്കിംഗ് ഏതിലെ വരിക, നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്കിംഗ് എന്നുള്ള ഫിനോമിന കാണാൻ പറ്റുക. യൂണിആക്സിയൽ ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്കിംഗ് എന്നുള്ള ഫിനോമിന കാണാൻ പറ്റുക. അതേപോലെ തന്നെ വരുന്നതാണ് ബൾജിങ്. അപ്പോൾ ബൾജിങ്, നെക്കിങ് ഉണ്ടാവുന്നത് ടെൻഷൻ ആകുമ്പോൾ ഇതേ സെയിം വർക്ക് പീസിന് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒരു യൂണിആക്സിയൽ കംപ്രഷൻ കൊടുക്കുമ്പോൾ വി ക്യാൻ എക്സ്പീരിയൻസ് എ ബൾജിങ് ഓഫ് ദ വർക്ക് പീസ്.
ഓക്കെ, അപ്പോൾ ഈ ബൾജിങ്ങും നെക്കിങ്ങും ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ഒരു ഈ ഡെഫിനേഷൻ പറയാൻ പറ്റുന്നത്. ദ മെറ്റൽ സ്റ്റാർട്ട്സ് flowing or deforming plastically when the applied stress reaches the value of yield stress or flow stress. ഓക്കെ, ഇനി ഫ്ലോ സ്ട്രെസ്, അതിന് കുറച്ച് ഫ്ലോ സ്ട്രെസ് കുറച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ദ ഫ്ലോ സ്ട്രെസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ മെറ്റൽ ഫോമിംഗ് പ്രോസസ് ലോഡ്സ് സ്ട്രെസ്സസ് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റൽ ജോമെട്രി. നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ടിൻ്റെ ജോമെട്രി നമുക്ക് എല്ലായ്പ്പോഴും ഒരേ ഷേപ്പ് തന്നെയല്ലോ ഇത് റോളിംഗ് ഓപ്പറേഷനിലൂടെ ഉണ്ട്. നമ്മളിപ്പോൾ തന്നെ കണ്ടു ട്യൂബ് മാനുഫാക്ചറിങ് കണ്ടു, ത്രെഡ് റോളിംഗ് കണ്ടു, പലതരത്തിലുള്ള ജോമെട്രി നമ്മൾ റോളിങ്ങിലൂടെ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരേ ലെവലിൽ സ്ട്രെസ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിന് തന്നെ പറയുകയാണെങ്കിൽ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഐ സെക്ഷൻ നമ്മൾ റോളിംഗ് ഓപ്പറേഷനിലൂടെ മാനുഫാക്ചർ എടുക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, മീൻസ് അതിൻ്റെ PPT നമ്മൾ ചെയ്താണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഉണ്ടാകുന്ന പാർട്ടിൻ്റെ ജോമെട്രി പറയുന്നത് ഐ സെക്ഷനാണ്. നമുക്ക് പ്രൊവൈഡ് ചെയ്ത വർക്ക് പീസ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ വർക്ക് പീസ് അല്ലെങ്കിൽ ഒരു ക്യൂബ് വർക്ക് പീസ്, സ്ക്വയർ ക്രോസ് സെക്ഷൻ വരുന്ന ഒരു വർക്ക് പീസ് ആയിരുന്നു. ഓക്കെ, ആ പാർട്ട് ജോമെട്രി നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ആ ഷേപ്പിലേക്ക് വരണമെങ്കിൽ ആ ഷേപ്പിലേക്ക് പെട്ടെന്ന് ഒറ്റ പാസിലൊന്നും ഒരിക്കലും നമുക്ക് ആ ഫ്ലോ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ മെറ്റൽ ജോമെട്രി ഇമ്പോർട്ടൻ്റ് ആണ്. Then second component is the friction. അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന റോളറും മെറ്റീരിയലും നമ്മൾ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും. ആ ഫ്രിക്ഷൻ എന്നുള്ള കോമ്പണൻറ്റ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇറ്റ് വിൽ ബി അറ്റ് ഒപ്റ്റിമം വാല്യൂ. ഓക്കെ, ആൻഡ് ദ ഫ്ലോ സ്ട്രെസ് ഓഫ് ദ ഡിഫോമിംഗ് മെറ്റീരിയൽ. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പിനെ മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമുക്കൊരു ഓരോ മെറ്റീരിയലും നമുക്ക് ക്ലേ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് ഒരിക്കലും മെറ്റൽസ് പറ്റില്ല. മെറ്റൽസ് തന്നെ പല വെറൈറ്റീസ് ഓഫ് മെറ്റൽസ് ആണ്. കോപ്പർ, സ്റ്റീൽ, അലുമിനിയം, കുറേ മെറ്റൽസ് ഉണ്ട്. ഓരോ മെറ്റീരിയലിനും അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ആ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് അനുസരിച്ചായിരിക്കും ഓരോ മെറ്റീരിയലും അതിൻ്റെ ഡിഫോർമേഷന് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ഡിഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലത്തെ പാർട്ട് ജോമെട്രി ഡിപ്പെൻഡ് ചെയ്യും, അതിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും, ആൻഡ് ദ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ മെറ്റീരിയൽ. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഫ്ലോ സ്ട്രെസ് എന്നുള്ള കണ്ടീഷനും കൂടിയും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഫ്ലോ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ചില ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡിഫോർമേഷൻ പ്രോസസ് ആണ്, ആൻഡ് സം ഫാക്ടേഴ്സ് ആർ നോട്ട് റിലേറ്റഡ് ടു ദ ഡിഫോർമേഷൻ പ്രോസസ്. Okay, the factors that is unrelated to the deformation process such as chemical composition, metallurgical structures, phases, grain size, segregation and prior strain history. ഇത് നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതിൻ്റെ മൈക്രോ സ്ട്രക്ചർ, പല തരത്തിലുള്ള മൈക്രോ സ്ട്രക്ചർ, മാർട്ടിൻസൈറ്റ്, പേളൈറ്റ്, അങ്ങനെ കുറേ മൈക്രോ സ്ട്രക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഫേസ്, ഓക്കെ, അതിൽ ഏത് ഫേസിലാണ്, അതുപോലെ അതിൽ ഫോം ചെയ്തിരിക്കുന്ന ഗ്രെയിൻ സൈസ്, അതിൽ വന്ന സെഗ്രിഗേഷൻസ്, അതിൽ വന്നിരിക്കുന്ന സ്ട്രെയിൻ, ഓൾറെഡി സ്ട്രെയിൻഡ് മെറ്റീരിയൽ ആണെങ്കിൽ ഇതെല്ലാം നമ്മളെ അൺറിലേറ്റഡ് ഫോർ ദ ഡിഫോർമേഷൻ പ്രോസസ്. ഓക്കെ, ബട്ട് ഇറ്റ് വിൽ എഫക്ട് ദ ഫ്ലോ സ്ട്രെസ്. ഓക്കെ, ഡിഫോർമേഷൻ പ്രോസസ്സിനെ ഡയറക്റ്റ് എഫക്ട് ചെയ്യാണ്ട് ഫ്ലോ സ്ട്രെസ്സിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ദെൻ ഫാക്ടേഴ്സ് ദാറ്റ് എസ്പെഷ്യലി റിലേറ്റഡ് ടു ദ ഡിഫോർമേഷൻ പ്രോസസ് such as temperature of deformation. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമുക്ക് ഡിഫോർമേഷന് കൂടുതൽ സ്ട്രെസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നാൽ ഡിഗ്രീസ് ഓഫ് ഡിഫോർമേഷൻ, എത്ര എമൗണ്ടാണ് നമുക്ക് ഡിഫോർമേഷൻ കൊടുക്കേണ്ടത്. ദ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻ റേറ്റ്, എത്ര സ്പീഡിലാണ് നമുക്ക് ഡിഫോർമേഷൻ കൊടുക്കേണ്ടത്, എത്ര എമൗണ്ട് ആണ്, എത്ര സ്പീഡിലാണ്, രണ്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. എത്ര എമൗണ്ട് ആണ്, എത്ര സ്പീഡിലാണ്, ഇത് രണ്ടും ഇതെല്ലാം ഫ്ലോ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഫ്ലോ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ചിലത് ഡിഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും, ചിലത് ഡിഫോർമേഷന് ഇൻഡിപെൻഡൻ്റ് ആയി വരുന്ന ഫാക്ടേഴ്സും വരാം. അപ്പോൾ ഡിഫോർമേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചർ, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് സ്ട്രെയിൻ, അതായത് സ്ട്രെയിൻ എന്താ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, ആൻഡ് സ്പീഡ്, റേറ്റ് ഓഫ് സ്ട്രെയിൻ, എത്ര സ്പീഡിലാണ് നമ്മൾ ഡിഫോർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ, that are all the depending on the deformation, and some are unrelated to deformation process, that is such as composition of the metal, metallurgical structures, phase, grain size, segregation. അതെല്ലാം നമുക്ക് ഡയറക്റ്റ് ഡിഫോർമേഷൻ ആയിട്ട് ബന്ധമില്ലെങ്കിലും ബട്ട് ഇറ്റ് വിൽ എഫക്ട് ദ സ്ട്രെസ് ഡെവലപ്ഡ്. ഒരു മെറ്റീരിയൽ ഓഫർ ചെയ്യുന്ന സ്ട്രെസ്സിനെ ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ്. ഓക്കെ,
In hot forming of metal at a temperature above the recrystallization temperature. Hot forming എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. Hot എന്ന് പറഞ്ഞാൽ you will be carrying out the operation above the recrystallization temperature. Okay. The strain flow. Effect of strain on flow stress is insignificant. Okay. Become but the strain rate. Strain ഉണ്ട് strain rate ഉണ്ട്. It got important ആണ്. ഹോട്ട് ഫോമിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് പ്രശ്നമില്ല, ബട്ട് എത്ര സ്പീഡിലാണ് നമ്മൾ കൊടുക്കുന്നതിന് അത് ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് കോൾഡ് ഫോർജിങ്ങിലാണെങ്കിലോ നേരെ റിവേഴ്സാണ്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, ബട്ട് റേറ്റ് അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഫ്ലോ സ്ട്രെസ്. ഓക്കെ. ഇഫക്റ്റ് ഓഫ് സ്ട്രെയിൻ ഈസ് നെഗ്ലിജിബിൾ. അത് സ്ട്രെയിൻ റേറ്റ് നമുക്ക് അതിന് വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. ഹോട്ട് ഫോമിംഗ് ആണെങ്കിൽ നമുക്ക് എമൗണ്ട് ഓഫ് സ്ട്രെയിൻ നമുക്ക് വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാം, ബട്ട് കോൾഡ് ഫോമിംഗ് ആണെങ്കിൽ സ്ട്രെയിൻ റേറ്റിനെയാണ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. നെക്സ്റ്റ് കംസ് അവർ നമ്മുടെ MOSൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്. ഇപ്പോൾ എല്ലാവരും നമ്മൾ കുറേ തവണ വരച്ചിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ വേഗം ഒന്ന് വരച്ചോളൂ. സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഈ ക്യൂബ് വരയ്ക്കുക. ഈ ക്യൂബിൻ്റെ 3 ഫേസിലും നമുക്ക് വരുന്ന സ്ട്രെസ്സുകൾ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ XYZ, ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു സ്ട്രെസ് മാട്രിക്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും സ്ട്രെസ് മാട്രിക്സ് ഒക്കെ എഴുതാൻ അറിയുന്ന ഓർമ്മ ഉണ്ട് എന്നൊക്കെ പ്രതീക്ഷിക്കണം. MOS എക്സാം നമ്മൾ കഴിഞ്ഞിട്ടില്ല, മൈൻഡിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടാവണം. സിഗ്മ IJ എന്ന് പറയുന്ന സ്ട്രെസ് മാട്രിക്സ്. ഓക്കെ. അതെല്ലാവർക്കും ചെറിയൊരു ഓർമ്മ ഉണ്ടാവണം. ഓക്കെ. സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ്, ടോ XY. ഈ ഫിഗർ അടിച്ചോ കേട്ടോ. സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ഫിഗർ റൈറ്റ് സൈഡിലെ ക്യൂബിൻ്റെ ഫിഗർ വരച്ചിട്ട് ഇതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യാം. സ്ട്രെസ് മാട്രിക്സ് ഞാൻ വെറുതെ ഇവിടെ എന്താണ് ഇപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് നമുക്ക് എഴുതാനുള്ള ചാൻസ് തരാം. ആൻഡ് ടോ YX, ടോ YZ, ടോ ZX, ടോ ZY. Okay, this is the state of stress, representing the state of stress in a matrix form on a material. In 3-dimensional stress, ഒരു മെറ്റീരിയൽ ആക്ട് ചെയ്യുന്ന 3-dimensional സ്ട്രെസ്സിനെ ഒരു മാട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സ്ട്രെസ് മാട്രിക്സ് അല്ലെങ്കിൽ സ്ട്രെസ് ടെൻസർ. ഇതുപോലെ നമുക്ക് സ്ട്രെസ് ടെൻസറും ഉണ്ടായിരുന്നു, സ്ട്രെയിൻ ടെൻസറും ഉണ്ടായിരുന്നു. ഓക്കെ. സ്ട്രെസ് ടെൻസറും ഉണ്ടായിരുന്നു, സ്ട്രെയിൻ ടെൻസറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നമുക്ക് വീണ്ടും ഓർത്തെടുക്കാം. അപ്പോൾ എന്തായാലും MOSൻ്റെ എക്സാം ജൂലൈയിലെങ്ങാനും വരികയാണെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ ഒരു കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും. ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് പോവാം. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് ആ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ പോയിന്റ്സുകൾ ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെയാണ്. അപ്പോൾ അത് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ. ഇത് സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സും കൂടി എഴുതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഇന്നത്തെ നോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നോട്ട് മാത്രം ഒന്ന് അതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. 11:15 മുന്നേ ആയിട്ട് ഇന്നത്തെ നോട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഒരു പേജ് 2 പേജൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അന്നത്തെ നോട്ട് ഒന്ന് 11:15 മുന്നേ ഒന്ന് അപ്ലോഡ് ചെയ്യാം. ലിങ്ക് ഞാനിപ്പോൾ ക്ലാസ് റൂമിൽ ഇടാം. അപ്പോൾ എല്ലാവരും റോൾ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ലീവ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ. താങ്ക് യു.